സുൽത്താൻ ബത്തേരിയിൽ കാലഹരണപ്പെട്ട കനാൽ തകർന്ന് കൃഷി ചെയ്തു വരികയായിരുന്ന നെൽവയൽ ഒലിച്ചുപോയി. പൂളവയൽ ചെക്ക് ഡാമിനോട് ചേർന്ന കനാലാണ് തകർന്നത്. ഇതോടെ സമീപത്തെ നെൽവയലിലേക്ക് വെള്ളം കുത്തി ഒലിച്ചെത്തുകയായിരുന്നു. തലവേദനയായി മാറിയ കനാൽ പൊളിച്ചു നീക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് പൂളവയൽ പാടശേഖരത്തോട് ചേർന്നുള്ള കനാൽ തകർന്നു വീണത്. ഇതോടെ സമീപത്തെ കൈത്തോട് വഴി മാറിയൊഴുകി. വെള്ളം കുതിച്ചെത്തി 30 സെന്റോളം നെൽകൃഷിയും ഒപ്പം വയലും ഒലിച്ചുപോയി. പൂളവയൽ വട്ടുളി അനന്തന്റെ വയലാണ് ഒലിച്ചുപോയത്. 10 ദിവസം മുൻപും കനാലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് നെൽകൃഷി നശിച്ചിരുന്നു. ഈ സമയം ജില്ലാ കളക്ടർക്കും നഗരസഭ ബ്ലോക്ക് പഞ്ചായത്തിനും മൈനർ ഇറിഗേഷനടക്കം കനാൽ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ കനാലിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വകുപ്പുകൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ കാലഹരണപ്പെട്ട കനാൽ പൊളിച്ചു നീക്കാൻ നടപടികളുണ്ടായില്ല. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കനാൽ 3/4 ഭാഗവും തകർന്നു വീണത്. ഇപ്പോൾ സംഭവിച്ച വീണ്ടും ഈ മഴ കനാൽ മുഴുവൻ ഇടിഞ്ഞ് കണ്ടത്തു കൂടി വെള്ളം പോയി കണ്ടത്തും വിത്തുകളും ഒലിച്ച് കൃഷിഭൂമികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കനാൽ നേരത്തെയുള്ള കനാലാണ്. ഈ പഴക്കം ചെന്ന് ഇത് ജീർണോദ്ധാരമായി കിടക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ അധികൃതരെ അറിയിച്ചു. പക്ഷേ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. 2.5 പതിറ്റാണ്ട് പഴക്കമുള്ള കനാൽ ഇതുവരെ പാടശേഖരത്തെ കർഷകർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. നിരവധി തവണ ഇത് പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം ചെവികൊള്ളാൻ അധികൃതർ തയ്യാറാകാത്തതാണ് കൃഷിനാശത്തിന് കാരണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും വയൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് കർഷകന്റെ ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.